നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛാ, ചായ. ഇതൊരു സിപ്പ് അകത്ത് എന്നാലേ ചാർജ് ആവത്തുള്ളൂ. അമ്മേ, സാവിത്രി എന്തേ മോളെ, എഴുന്നേറ്റ് വന്നില്ലേ? സാവിത്രി ഇപ്പോ ഉറക്കം ഉണർന്നതേ ഉള്ളൂ അമ്മേ. ഹോ, ഇങ്ങനെ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരുത്തി സൂര്യൻ ഉദിച്ച് നിറന്തലയ്ക്ക് വന്നാലും അവൾ എഴുന്നേക്കില്ല. ഇന്നോ ഇന്നലെ തുടങ്ങിയ ശീലമല്ല, പണ്ട് മുതലേ ഇങ്ങനെ. ഞാൻ എന്ത് തല്ല് തല്ലിയിട്ടുണ്ടെന്ന് അറിയാമോ? അവൾക്കിപ്പോ അങ്ങനെയുള്ള ഉത്തരവാദിത്വമൊന്നും ഇല്ലല്ലോ രാജലക്ഷ്മി. അവൾ അച്ചമ്മയായി, രാമഭദ്രനാണെങ്കിൽ സ്ഥലത്തുമില്ല. അവിടെ ഇത്ര കൂടുതൽ ഇറങ്ങിയാൽ എന്താ തെറ്റ്? ആ, വന്നിട്ടുണ്ട് മകളുടെ ന്യായീകരണ കമ്മീഷൻ. ദേ, ഇങ്ങനെ ഒറ്റൊരാളാ ലാളിച്ച് മകളെ ഇത്രയും വഷളാക്കിയത്. ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തന്നെ അറിയാമായിരുന്നു. രാത്രി വളരെ വൈകി രാമേട്ടന്റെ കോള് വന്നിട്ടുണ്ടാവും. അതാ രാവിലെ എഴുന്നേക്കാൻ ഇത്ര താമസിക്കുന്നത്. ആ, എല്ലാവരും അവളെ ന്യായീകരിച്ചോ? അതല്ലമ്മേ, ഞാനും ഇത്തിരി താമസിച്ചാ എഴുന്നേറ്റത്. അത് മോടെ മുഖത്ത് കാണാനുണ്ട്. എന്തു പറ്റി? ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയില്ലേ? ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടമ്മേ. അതിനുശേഷം ഉറക്കം വന്നില്ല. വെറുതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു. നേരം വെളുക്കാറായപ്പോഴാ പിന്നൊന്ന് മയങ്ങിയത്. നീ എന്തു സ്വപ്ന മോളെ കണ്ടത്? അത് ഇന്നലെ പാതിരാവായപ്പോ നിന്റെ മനസ്സിലിപ്പോ അവൻ മാത്രമേ ഉള്ളൂ അല്ലേ? അതാ അത്തരം സ്വപ്നങ്ങൾ കാണുന്നത്. അതിപ്പോ സ്വപ്നമൊന്നുമല്ലല്ലോ, അവരിഞ്ഞ് വരും താമസിയാതെ. ജേട്ടനെ ഉടനെ കാണണമെന്നൊരു തോന്നല് മനസ്സില്. ഈ സ്വപ്നം കൂടി കണ്ടപ്പോ ഇരട്ടിയായി. എനിക്കും അവനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ഉടവാള് കൊടുപ്പും ഉത്സവ ചടങ്ങുകളും ഒക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. ആ മോളെ, ഉടവാൾ ഏറ്റുവാങ്ങാനായി ആ തന്ത്രിയും മറ്റും ഇപ്പൊ വരും. അത് ആചാരപ്രകാരം തന്ത്രികൾക്ക് കൈമാറേണ്ടത് മീനാക്ഷിയും മറ്റ് തറവാട്ടിലെ പെണ്ണുങ്ങളും കൂടിയാ. മീനാക്ഷി ഇതുവരെ എഴുന്നേറ്റ് വന്നില്ല. നീ പോയി ഒന്ന് അവളെ വിളിച്ചേ. ശരിയമ്മേ. ഞാൻ സാവിത്രിക്കൊരു ചായ കൊടുത്തിട്ട് മീനാക്ഷിയെ വിളിക്കാം. ഓ, എഴുന്നേറ്റ് വന്നോ തറവാട്ടമ്മ? നിനക്കെന്തു പറ്റി? മുഖം വല്ലാതിരിക്കുന്നല്ലോ. ഏയ്, ഒന്നുമില്ലമ്മേ. എന്താ, രാമഭദ്രനുമായി ഇന്നലെ ഫോൺ ചെയ്ത് വഴക്കുണ്ടാക്കിയോ? ഏയ്, ഇല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.